എന്നോട് കഴിഞ്ഞ ആഴ്ച സംസാരിച്ചവർക്കറിയാം, ഇതന്നെയാണ് ഞാനും ആവശ്യപ്പെട്ടത്. നമുക്കൊരു ഹിറ്റ് ഹാർഡ് ഹിറ്റ് സ്മാർട്ടിൻ്റെ ഒരു സ്ട്രാറ്റജി ആവശ്യമുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം അവർ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ഭീകരവാദികൾ 26 സാധാരണ സിവിലിയൻസ് വെറും ടൂറിസം ചെയ്യാൻ വേണ്ടി പോയവരെ കൊന്ന ശേഷം നമുക്ക് ഒരു മറുപടി കൊടുക്കാതിരിക്കാൻ ഒരു സാധ്യതയുണ്ടായിരുന്നില്ല. എന്തായാലും പല നയതന്ത്ര വഴിക്ക് ചില സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, വീസ ക്യാൻസൽ ചെയ്തു, ആൾക്കാരെ ഈ രാജ്യത്ത് പോകാൻ പറഞ്ഞു, ഇൻഡസ് വാട്ടർ സ്ട്രീറ്റീസിനെ സസ്പെൻഷനിൽ വെച്ചു. ഇതെല്ലാം ചെയ്തിട്ടും കൂടി പക്ഷെ അത് മാത്രം പോരാന്ന് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ടായിരുന്നു. കാരണം അടി കിട്ടിയ ശേഷം അടി കൊടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും അവർ വന്ന് ചെയ്യുന്ന ഒരു സംശയമില്ല എന്ന് നമ്മളുടെ ഫോറിൻ സെക്രട്ടറിയും കൂടി പറഞ്ഞു. അവർ ഇൻ്റലിജൻസ് പ്രകാരം ഇനിയും ഒരു ഭീകരവാദികളുടെ ഒരു ആക്രമണം വരാൻ പോവുകയായിരുന്നു നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തത് ഒരു പ്രിയംപ്റ്റീവ് ആക്ഷനാണ്. എൻ്റെ അർത്ഥം അവർ പിന്നെ വരുന്ന മുമ്പ് തന്നെ അവരുടെ തലസ്ഥാനങ്ങളും അവരുടെ ലോഞ്ച് പാഡിനും ഒക്കെ നമ്മൾ അടിക്കണം എന്നാണ്. ഈ 9 സ്ഥലം അവരടിച്ചത് അത് സ്പഷ്ടമായിട്ട് ഇന്നത്തെ ബ്രീഫിങ്ങിൽ തന്നെ 21 സ്ഥലത്തിൻ്റെ പേരുകൾ കാണിച്ചിട്ട് ഇതൊക്കെ അറിയപ്പെടുന്ന ഭീകരവാദികളുടെ സ്ഥലങ്ങളാണ്. ഈ 9 സ്ഥലത്തിലത്തെ 4-5 പേര് ഞാൻ തന്നെ ഒരു സാധാരണ പത്രം വായിക്കുന്ന ഒരാളായിട്ട് കേട്ടതായിരുന്നു. മുരിഡ്കെ എന്ന് പറഞ്ഞ സ്ഥലം LETൻ്റെ ലഷ്കർ എ തോയ്ബയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണെന്ന് ഒരു സംശയവുമില്ല, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഭാരതം ഒരു തീരുമാനം എടുത്തിട്ട് ആക്ഷൻ എടുത്തതിന് ഞാൻ 100% പിന്തുണ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഞാൻ അഭിമാനത്തോട് പറയുന്നു, ഒരു ഭാരതീയ ഇതൊരു ഒരു ഗൗരവത്തിൻ്റെ ഒരു കാര്യമാണ് നമ്മുടെ സർക്കാർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം 1-2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഒന്ന്, അവർ മനഃപൂർവ്വമായിട്ട് രാത്രിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൊലാട്രൽ ഡാമേജ് ചുരുക്കിയിട്ട്, അതിൻ്റെ അർത്ഥം ദിനത്തിൽ ചെയ്തിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ പല നിരപരാധികൾ പറഞ്ഞത് സാധാരണ ഭീകരവാദികളോടൊപ്പം ബന്ധമില്ലാത്തവർ ആ ഏരിയയിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വല്ല പിന്നെ മരണപ്പെടാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ടാവും. ഇങ്ങനെ സിവിലിയൻ ഡാമേജ് മിനിമമാണ് ആയിരിക്കുന്നത്. രണ്ടാമത്തത്, അവർ ഈ കാര്യത്തിൽ മനഃപൂർവ്വമായിട്ട് പാകിസ്ഥാൻ സർക്കാരിൻ്റെയോ പാകിസ്ഥാൻ മിലിറ്ററിയുടെയോ ഏത് സ്ഥാപനത്തിനെയും അവരടിച്ചിട്ടില്ല. അതിലും ഒരു സന്ദേശമുണ്ട്. അവർ പറയുന്നു, ഭീകരവാദികൾ വന്നു, ഞങ്ങൾ ഭീകരവാദികളെ അടിച്ചു. അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാക്കണം, ഞങ്ങളൊരു യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അഥവാ പാകിസ്ഥാൻ അവരുടെ എന്തോ ഒരു പ്രൈഡിൻ്റെ പേരിൽ എസ്കലേഷൻ ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് നമ്മൾ തയ്യാറാണെന്നും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എൻ്റെ ആഗ്രഹമാണ് നമ്മളുടെ ഈ സന്ദേശം നമ്മളെല്ലാവരുടെയും അറിയിക്കണം. എനിക്ക് ഒരു സംശയവുമില്ല, നമ്മുടെ വിദേശകാര്യ മന്ത്രി അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്സോട് സംസാരിച്ചിട്ടുണ്ടാവും. പല രാജ്യങ്ങളെ നേരത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ തന്നെ സമ്പർക്കത്തിലുണ്ടായിരുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ പല രാജ്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് ഭീകരവാദികളുടെ എതിരെ ഒരു ആക്ഷൻ എടുക്കാതിരിക്കാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭാരതം അതിനെ ഒരു കാൽക്കുലേറ്റഡ് റെസ്പോൺസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭാരതത്തിന് ഒരു വലിയൊരു എസ്കലേഷനോ ഒരു ദീർഘയുദ്ധമായിട്ടൊന്നുമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതും ആ സന്ദേശം ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ പോയിട്ടുണ്ടാവും. നമ്മൾക്കിനി കാണണം, പാകിസ്ഥാന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അവർ മറുപടി തരും, അവരുടെ ഇഷ്ടപ്രകാരമുള്ള സമയത്തിലും അവരുടെ രീതിയിലും അവർ ആക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മളുടെ ആർമിയും നമ്മളുടെ എയർഫോഴ്സും നമ്മളുടെ സിവിൽ ഡിഫൻസും ഒക്കെ തയ്യാറായിരിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് തന്നെ ഒരു മോക്ക് ഡ്രിൽ എല്ലാ വലിയ നഗരത്തിലും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എയർ റെയ്ഡ് സൈറനും വെളിച്ചം കത്തലും വെളിച്ചം കെടുത്തലും ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ജനങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു രീതി. അപ്പോൾ അഥവാ യുദ്ധം വന്നാൽ നമ്മൾ അതിനുവേണ്ടി അതിനാവശ്യമുള്ള എല്ലാ വിധത്തിലും നമ്മൾ തയ്യാറായിരിക്കും എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ നമ്മൾ ആർക്കും യുദ്ധം വേണ്ട, യുദ്ധം ആഗ്രഹമില്ല. നമ്മൾക്ക് ഒരു തിരിച്ചടി കൊടുക്കാൻ ആവശ്യമുണ്ടായിരുന്നു, അത് ചെയ്തു. ഇനി എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരുടെയും ആഗ്രഹമാണ് ഇതിനെ കുറച്ചൊന്ന് ഡയൽ ഡൗൺ ചെയ്യുക, ഇതിന് കുറച്ചൊന്ന് താത്തുക, ടെമ്പറേച്ചറിനെ കുറച്ച് ചുരുക്കുക. അത് 1-2 ദിവസത്തെ കാര്യമല്ല. പക്ഷേ അവസാനത്തിൽ നമ്മൾ വീണ്ടും നമ്മുടെ 2 രാജ്യങ്ങളുടെ ഇടയിൽ ഭയങ്കര ടെൻഷൻ എന്തായാലും ഉണ്ടായിരുന്നു. ഇതെല്ലാം സംഭവിക്കുന്ന മുമ്പ് തന്നെ നമ്മുടെ 2 രാജ്യത്തിലും അംബാസഡറോ ഹൈ കമ്മീഷണറോ ഇല്ലല്ലോ, അവരെയൊക്കെ പണ്ടേ പറഞ്ഞയച്ചതായിരുന്നു. നിങ്ങൾക്കറിയാം, പല വിധത്തിലും നമ്മൾ 2 രാജ്യത്തിൻ്റെ ഇടയിൽ പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ക്രിക്കറ്റ് അടക്കം നമ്മൾ ഓരോ രാജ്യത്ത് കളിക്കാൻ തയ്യാറല്ല. അപ്പോൾ ആ ടെൻഷൻ്റെ സ്ഥിതിയിൽ നമ്മൾ ജീവിക്കാൻ അറിയാം. യുദ്ധം വേണ്ടാന്ന് എല്ലാ ഭാരതീയരും പറയും. പക്ഷെ അഥവാ മറ്റേവർക്ക് നമ്മളെതിരെ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചാൽ നമ്മൾ അവർ വീണ്ടും ഒരു പാഠം പഠിപ്പിക്കും. അതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ എന്തായാലും എൻ്റെ പാർട്ടിയും
ഉടനെ പ്രഖ്യാപിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിൽക്കണം ഈ കാര്യത്തിൽ. ദേശീയ ഐക്യം ഈ വിഷയത്തിൽ അത്യാവശ്യമാണ്. നമ്മളെല്ലാവരും ഒന്നാണ്. ഇതിൽ സ്ത്രീകൾക്ക് ഒരു നേതൃത്വം ഉണ്ടായിരുന്നു. അതിൽ 2 വനിതാ കമാൻഡോമാരുണ്ടായിരുന്നു. അതിലെ പേരടക്കം ഒരു ഭാരതത്തിന്റെ സ്ത്രീ ശക്തി കാണിക്കുന്നതാണ്. ആ തരത്തിലൊരു അഭിനന്ദനം അർഹിക്കുന്നു. അതെ, എനിക്ക് അത് നല്ലോണം ഇഷ്ടപ്പെട്ടു. നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി തന്നെ ഒരു കശ്മീരി പണ്ഡിതാണ്. അദ്ദേഹത്തിന് നല്ലപോലെ അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിനൊപ്പം നിൽക്കേണ്ടായിരുന്നത് 2 മഹിള, 2 പേരും, ഒന്ന് ആർമിയിൽ നിന്നും ഒന്ന് എയർഫോഴ്സിൽ നിന്നും. അതിലത്തെ ഒന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ഒരു വ്യക്തിയും കൂടിയായിരുന്നു. അതിനും ഒരു സന്ദേശമുണ്ടല്ലോ. നമ്മൾ ഭാരതമാണ്, നിങ്ങൾ ഞങ്ങളെ ഭിന്നിക്കാൻ ശ്രമിച്ചോളൂ, ഞങ്ങൾ അത്ര വേഗം എളുപ്പത്തിൽ നിങ്ങൾക്ക് വിട്ടുതരാൻ പോകുന്നില്ല. അത് നല്ലൊരു സന്ദേശമായിരുന്നു. ഓക്കെ, വേറൊരു കാര്യം കൂടി, സംഘടനാപരമായിട്ട് നേതൃമാറ്റം വീണ്ടും ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ഇന്ന് നമ്മൾ ഭാരതത്തെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ദിനമല്ല ഇത്. താങ്ക് യു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.